നിങ്ങൾ 25 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥിനിയാണ് എങ്കിൽ നിങ്ങൾ പ്രസവിക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്നത് വലിയൊരു ബോണസ് തുകയാണ്. കേൾക്കുന്നവർ ചാടിക്കേറി അങ്ങ് പ്രസവിച്ചു കളയാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ റഷ്യക്കാരിയാണെങ്കിൽ മാത്രമേ, അതായത് റഷ്യൻ റിപ്പബ്ലിക്കായ കരേലിയക്കാരിയാണെങ്കിൽ മാത്രമേ ഈ തുക കിട്ടുകയുള്ളൂ കേട്ടോ. റഷ്യൻ റിപ്പബ്ലിക്കായ കരേലിയ ആണ് 25 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥിനികൾ പ്രസവിച്ചാൽ 1,00,000 റൂബിൾ, അതായത് ഏകദേശം 81,000 രൂപ ബോണസ് മണി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ വർഷം ജനുവരി 1 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ജപ്പാനും ചൈനയും ജനന നിരക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ ശക്തമാക്കിയതിനു പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയും പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെറുതെ അങ്ങ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയല്ല കേട്ടോ. ഇതിന് ചില നിബന്ധനകളും അധികാരികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 25 വയസ്സിൽ താഴെയായിരിക്കണം. കൂടാതെ ഒരു പ്രാദേശിക സർവകലാശാലയിലോ കോളേജിലോ മുഴുവൻ സമയ വിദ്യാർത്ഥിയായിരിക്കണമെന്നും കരേലിയയിലെ താമസക്കാരിയായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. എങ്കിൽ മാത്രമേ പ്രസവ പ്രോത്സാഹന നയത്തിൽ ഉൾപ്പെടാൻ കഴിയൂ. കുട്ടി ചാപിള്ളയാണെങ്കിൽ ഈ ആനുകൂല്യം ലഭ്യമാവുകയില്ല. എന്നാൽ പ്രസവിച്ച ഉടനെ കുട്ടി മരണപ്പെടുകയാണെങ്കിലോ വൈകല്യമുള്ള കുട്ടികൾ ജനിച്ചാലോ ഈ ആനുകൂല്യം ലഭ്യമാകുമോ എന്ന കാര്യത്തിൽ നിയമത്തിൽ വ്യക്തതയില്ലെന്നും മോസ്കോ ടൈംസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ പ്രസവ സംബന്ധമായ ആനുകൂല്യങ്ങളും റഷ്യൻ സർക്കാർ ഈ വർഷം ഉയർത്തിയിട്ടുണ്ട്. ആദ്യമായി അമ്മയാകുന്നവർക്ക് 6,77,000 റൂബിൾ, അതായത് 5,69,627 രൂപയാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇത് 6,30,400 റൂബിൾസ്, അതായത് 5,30,418 രൂപ ആയിരുന്നു. രണ്ടാമത്തെ കുഞ്ഞിന് 8,94,000 റൂബിൾസ് ആണ് കിട്ടുക. കഴിഞ്ഞ വർഷം ഇത് 8,33,000 റൂബിൾസ് ആയിരുന്നു. ഉക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് വിദേശത്തേക്കുള്ള പൗരന്മാരുടെ പലായനവും രൂക്ഷമായ ജനസംഖ്യാ പ്രതിസന്ധിയുമാണ് റഷ്യയെ ഇത്തരം നയങ്ങൾക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് റഷ്യയിലെ ജനന നിരക്ക്. 2024 ആദ്യ പകുതിയിൽ 5,99,600 കുട്ടികളാണ് റഷ്യയിൽ ജനിച്ചത്. കഴിഞ്ഞ 25 വർഷത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത്. 2023 കാലയളവിനെ അപേക്ഷിച്ച് 16,000 കുട്ടികളുടെ കുറവ്. കരേലിയയ്ക്ക് പിന്നാലെ റഷ്യയിലെ മറ്റ് റിപ്പബ്ലിക്കുകളും വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ട് സമാന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.